കാലം മാറിയാലും കോലം മാറാത്ത പരമ്പരാഗത ചായക്കടകളിൽ നിന്നും വ്യത്യസ്തമായി ആധുനികവൽക്കരണത്തിൻ്റെ മേന്മയുമായി ഒരു ചായവഞ്ചി. പഴയകാല എണ്ണപ്പലഹാരങ്ങളുടെ ആകൃതിയും വലിപ്പവും ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിലും ശുദ്ധമായ എണ്ണയിൽ പൊരിച്ചെടുത്ത പലഹാരങ്ങൾ ഇന്ന് കിട്ടാക്കനിയാണ്. പലഹാരങ്ങൾ ചുടുവാൻ ഇപ്പോൾ ലബോറട്ടറികളിൽ വിരിയിച്ചെടുത്ത എണ്ണകളാണ് പല കടക്കാരും ഉപയോഗിക്കുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ എണ്ണയിൽ വേവിച്ചത് മാത്രമല്ല, പകരം ആവിയിൽ പുഴുങ്ങിയതും ഓട്ടടയിൽ വേവിച്ചതുമായ ഒരു കൂട്ടം പലഹാരങ്ങളുടെ കലവറയാണ് ചായവഞ്ചി. എന്നാൽ പഴമയുടെ മേന്മ നിലനിർത്തുന്നതിനും ചായയുടെ രുചി അതുപോലെ കിട്ടുന്നതിനും വേണ്ടി പഴയകാലത്ത് ഉപയോഗിച്ച സമോവർ എന്ന ഉപകരണവും ഇവിടെയുണ്ട്. ഇതിലാണ് ഇവർ ചായയ്ക്ക് വേണ്ടിയുള്ള വെള്ളം തിളപ്പിക്കുന്നത്. എണ്ണയുടെ അതിപ്രസരങ്ങളില്ലാത്ത പലഹാരങ്ങളും ഇവിടെയുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇവിടെ മിക്കവാറും എല്ലാ ദിവസവും ചായ കുടിക്കാനായി കയറുന്നത്. ചിക്കൻ വിഭവങ്ങൾ, ആവിയിൽ പുഴുങ്ങിയതായ വിഭവങ്ങൾ, ഓട്ടടയിൽ വേവിച്ചെടുത്തത്, അതുപോലെ തന്നെ ബേക്ക് ചെയ്തത്, അങ്ങനെ നിരവധി ആകൃതിയിലും വലിപ്പത്തിലും രുചിയിലുമുള്ള പലഹാരങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ കഴിയും. ഇവിടെ വൈകുന്നേരങ്ങളിൽ 3 മണി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കഴക്കൂട്ടത്തുള്ള ടെക്നോ പാർക്കിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ടെക്നോ പാർക്ക് ഗേറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ഫ്ലാറ്റിൻ്റെ താഴെയാണ്. അത്യാവശ്യം നല്ല തിരക്കും അതുപോലെ തന്നെ നല്ല രുചികരമായിട്ടുള്ളതുമായ പലഹാരങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ചായവഞ്ചി. കൂടാതെ ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള കോഫിയുണ്ട്, അതുപോലെ തന്നെ ഫിൽട്ടർ കോഫിയുണ്ട്. ഫിൽട്ടർ കോഫിയൊക്കെ ഇവിടെ 35 രൂപയ്ക്ക് അവർ നൽകുന്നുണ്ട്. രുചികരമായ ബിരിയാണിയും ഇവർ ഇവിടെ നിന്ന് പാഴ്സലായി നൽകുന്നുണ്ട്.